ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിൾ വീഡിയോ ആണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ എല്ലാവർക്കും ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് വേറെ ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റൂമുകളിൽ ഒരു എക്സ്ട്രാ പ്ലഗ് നമ്മൾ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നാണ് ആദ്യമേ തന്നെ നോക്കുന്നത്. അതിന് വേണ്ട മോഡ്യൂൾസ് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസാണ്. ഇത് 3 മോഡ്യൂളാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. 3 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ഒരു മോഡ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്വിച്ചും ഒരു പ്ലഗ് ആവുന്ന നമുക്ക് 2 മോഡ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്വിച്ചിന് ഒരു മോഡ്യൂൾ, പ്ലഗിന് 2 മോഡ്യൂൾ, അങ്ങനെ ടോട്ടൽ 3 മോഡ്യൂൾ എന്നാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നത്. 3 മോഡ്യൂളിൻ്റെ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3 മോഡ്യൂളിൻ്റെ തന്നെ മെറ്റൽ ബോക്സ് നമ്മൾ കൺസീൽ ചെയ്ത് ഭിത്തിയുടെ അകത്ത് കൺസീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഞാൻ പറഞ്ഞു ഒരു നോർമൽ ലെവലുള്ള പ്ലഗ്ഗാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 6 ആംപിയറിൻ്റെ ഒരു പ്ലഗ്ഗും 6 ആംപിയറിൻ്റെ ഒരു സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇത് സ്വിച്ചായിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പവർ പ്ലഗ്ഗായിട്ട് കൊടുക്കണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 അല്ലെങ്കിൽ 2.5ൻ്റെ വയർ നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ ഭാവിയിൽ പവർ പ്ലഗ് കൊടുക്കാൻ ഉദ്ദേശത്തോടെ ഞാൻ ചെയ്തിരിക്കുന്നത് 2.5ൻ്റെ വയറാണ് നമ്മൾ വലിച്ചിരിക്കുന്നത്. അതായത് DBയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എർത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 1.5 നേരെ വന്ന് പ്ലഗ് സോക്കറ്റിൻ്റെ എർത്തിൻ്റെ ഓപ്ഷൻ കണ്ട് ആ സെൻറ്ററിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1.5 അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് 2.5 ഡയറക്റ്റ് DBയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൂടി പോകുന്നുണ്ട്, ലൂപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്നിച്ച് ലൂപ്പ് ചെയ്തിട്ട് ആ ന്യൂട്രൽ വയർ ബ്ലാക്ക് കണ്ടോ, ആ ബ്ലാക്ക് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിൻ്റെ സോക്കറ്റിലേക്ക് കൊടുത്തു, സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. പിന്നെ വരുന്ന ഫേസ് വയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫേസ് നമ്മളിവിടെ ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് കറക്റ്റ് കളർ കോഡ് കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരേ കളറാണെങ്കിൽ കൂടിയും അതിൽ റെഡ് ടേപ്പ് നമ്മൾ കൊടുക്കും. റെഡ് ടേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫേസ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ ഫേസ് നമ്മൾ നേരെ സ്വിച്ചിൻ്റെ താഴെ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു വയർ ലൂപ്പ് ചെയ്ത് സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് ലൂപ്പ് ചെയ്ത് പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തു. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. കാരണം എപ്പോഴും പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം ഫേസ് കൊടുക്കേണ്ടത്. കാരണം വേറൊന്നും കൊണ്ടല്ല, സ്റ്റാൻഡേർഡാണ്, മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്. അത് മാത്രമല്ല നമ്മളൊരു ഏത് ഡിവൈസിൻ്റെ ഒരു 3 പിൻ സ്റ്റോപ്പ് നമ്മൾ എടുത്ത് നോക്കിയാലും 3 പിൻ എടുത്ത് നോക്കിയാലും അതിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കും എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഉദ്ദേശിക്കുന്നത് റൈറ്റ് സൈഡ് ആയിരിക്കണം ഫേസ് വരുന്നതെന്നാണ്. അപ്പോൾ അത് സ്റ്റാൻഡേർഡാണ്, അത് അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന സമയത്ത് ഒരു എക്സ്ട്രാ കവർ കൂടിയുണ്ട്. ആ കവർ ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞാൻ വെച്ചിരിക്കുന്നതാണ്, വേറൊന്നുമില്ല. പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത് നല്ലത്. അല്ലെങ്കിൽ അത് പോകാനും അതിൻ്റെ മുകളിലത്തെ ഗ്ലേസിംഗ് ഒക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ മോഡലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലീസിൻ്റെ സ്ക്വയർ എന്ന മോഡലാണ് നമ്മളിപ്പോൾ ഈ കണ്ട പ്ലേറ്റും സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ എക്സ്ട്രാ വരുന്ന ആ പ്ലേറ്റ് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലീസിൻ്റെ തന്നെ പല മോഡൽസ് വരുന്നുണ്ട്. അതിൽ തന്നെ ഈ ഒരു മോഡലാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ തന്നെ 4 മോഡ്യൂളിൻ്റെ പ്ലേറ്റ്, 3 മോഡ്യൂളിൻ്റെ പ്ലേറ്റ്, അതുപോലെ തന്നെ പല മോഡൽസിൻ്റെ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലീസ് നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. കാരണം വേറെ ഒന്നും ഉണ്ടെന്നാൽ അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ, സ്വിച്ചിൻ്റെയൊക്കെ ലോക്ക് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ DBയിൽ നിന്നും ഡയറക്റ്റായിട്ട് നമ്മൾ ഫേസ്, ന്യൂട്രൽ, എർത്ത് 2.5 കൊണ്ടുവന്നിരിക്കുന്നു. ഭാവിയിൽ ഇവിടെ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ സോക്കറ്റാണ്. ഒരു മാക്സിമം നമുക്കൊരു 10 ആംപിയർ അല്ലെങ്കിൽ 6 ആംപ്സ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇനി അതല്ല നമുക്കിവിടെ പവർ പ്ലഗ് ഭാവിയിൽ വെക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് വയർ 2.5 നമ്മൾ DBയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ വേണമെങ്കിൽ ഈ സോക്കറ്റുകളെല്ലാം മാറ്റിയിട്ട് ഒരു പവർ പ്ലഗ് കൂടി നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2.5 വലിച്ചിരിക്കുന്നത്. 3 മോഡ്യൂളിൻ്റെ ഷീറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഞാൻ പറഞ്ഞു ഇൻ്റർനാഷണൽ സോക്കറ്റാണ്. ഇൻ്റർനാഷണൽ സോക്കറ്റ് പ്രത്യേകത വെച്ചാൽ ഏത് രാജ്യത്തു നിന്ന് കൊണ്ടുവരുന്ന പ്ലഗ് സോക്കറ്റ് ഈ ഡിവൈസുകളാണെങ്കിലും നമുക്കിതിൽ കുത്തി കൊടുക്കാൻ സാധിക്കും. അതായത് സെപ്പറേറ്റ് ഒരു അഡാപ്റ്ററോ കാര്യങ്ങളോ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതുപോലത്തെ ഡിവൈസ് നമ്മൾ ഒരു വീട്ടിൽ ഒരു 2-3 കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഒരു കാര്യം പറഞ്ഞു, വേറെ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നത് കാണുന്ന ആളുകളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.